ശരിക്കും പറഞ്ഞാല് ആ ഒരു എനർജീനെ കൺട്രോൾ ചെയ്യാനോ അതല്ലെങ്കിൽ എനർജീനെ എങ്ങനെ മാറ്റണമെന്നോ ഒന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയെ. അപ്പൊ അത് ശരിക്കും ട്രിഗറിങ് ആയിട്ടുണ്ട്. അതായത് അയാളുടെ പാസ്റ്റ് വൂൺസിനെ ചിലപ്പോൾ നിങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടാവില്ല. ചില കേസിൽ പ്രതികരിക്കും, കാരണം ദേഷ്യപ്പെടും അല്ലെങ്കിൽ വെറുതെ വഴക്കുണ്ടാക്കി കൊണ്ടുപോകും. അതല്ലെങ്കിൽ നിങ്ങളോട് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ചുറ്റുപാട്, അതല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ജോലി സ്ഥലത്തും അതല്ലെങ്കിൽ പേഴ്സണലി വേറെ ആരെങ്കിലുമായിട്ടൊക്കെ ഫാമിലിയിലും അതായത് വേറെ സറൗണ്ടിങ്സിൽ മറ്റുള്ളവരോടൊക്കെ അയാൾക്ക് ഒരു ദേഷ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു ഫിയർ കൊണ്ട് ചിലപ്പോൾ ഇത്രയും നാൾ മറച്ചു വെച്ചിരുന്ന ആ കാര്യങ്ങളിലൊക്കെ ഓർത്ത് വീണ്ടും ഭയപ്പെടാനും, അബ്യൂസുകൾ ഉണ്ടെങ്കിൽ മിക്കവാറും അബ്യൂസുകളുള്ളൊരു കേസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും അതൊക്കെ പഴയ മെമ്മറീസും കാര്യങ്ങളൊക്കെ വരുന്ന ഇന്ന വൂൺസ്, ഇന്ന ചൈൽഡിന് ഒരുപാട് വേദനകൾ വീണ്ടും അതിലോട്ട് പോയി വീണ്ടും വീണ്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തും മനസ്സിനെ ഇമോഷണലി ഒരുപാട് തകർന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ആയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഇന്നർ വൂൺസ് കൊണ്ട് കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പേഴ്സന്റെ, അതായത് നിങ്ങൾ കൊടുത്തിട്ട് ആ പോസിറ്റീവ് എനർജി കൊണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടി ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസിൽ നിന്നാണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് അതല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ട്രിഗറിങ്ങും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ബാലൻസ് പോയി. കൊടുക്കുക അല്ലെങ്കിൽ കിട്ടുക എന്ന ആ ഒരു തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ, അതായത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാതെയായി. അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലോട്ടൊന്നും കാര്യങ്ങൾ പോകുന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തോന്നി തുടങ്ങി ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് ആദ്യം ഉണ്ടായിരുന്ന പോലെ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങി. ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ട്രിഗറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഉള്ളില്, അതല്ലെങ്കിൽ അവർക്ക് സത്യം എന്താണെന്ന് അറിയാം, മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തത് അധികമാണെന്നും അതല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇഷ്ടപ്പെട്ടതെന്നും ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ കാണുന്നതെന്നും എന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നതും വളരെ കുറവാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലത്തെ രീതിയിലോ, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അവൾ തരുന്നതിൽ അല്ലെങ്കിൽ അവൻ തരുന്നതനുസരിച്ച് ഞാൻ തിരിച്ചൊരു സ്നേഹം കൊടുക്കുന്നില്ല എന്ന് ആ ഒരു വ്യക്തിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല, ആ ഒരു വ്യക്തിയിലുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് നമ്മൾ അങ്ങനെയാണല്ലോ ഇന്ന വൂൺസ് ഹീൽ ചെയ്തില്ലെങ്കിൽ